ഓർക്കാപ്പുറത്ത് സർവ്വതും തട്ടിയെടുത്ത ഉരുൾപൊട്ടൽ പല വിധത്തിലാണ് അവിടുത്തെ ജനങ്ങളെ ബാധിച്ചത്. ഫാനിൽ തൂങ്ങിക്കിടന്ന് രക്ഷപ്പെട്ട 11-കാരി നൂറിൻ മുതൽ ഫുട്ബോൾ താരം ഷെർബിൻ വരെയുള്ളവർക്ക് നൂറ് ഓർമ്മകളാണ് അന്നത്തെ പുലർച്ചയെക്കുറിച്ച്. ദുരന്തത്തിന്റെ നേർസാക്ഷികൾ പങ്കുവെച്ച ഓർമ്മകളിലേക്കാണ് ഇനി. വെള്ളം വന്നിട്ട് എന്ത് നേരെ മുകളിലേക്ക് പൊന്തിയപ്പോൾ മോള് സീലിംഗ് ഫാനിൽ പിടിച്ച് തൂങ്ങി നിൽക്കുകയാണ് ചെയ്ത്. ബാക്കി എല്ലാവരും പുറത്തു പോയി. ഭയാനക ശബ്ദം, കൺമുന്നിലെ ഭീകര കാഴ്ച. ഒരു 11-കാരിക്ക് എത്ര നേരം പിടിച്ചു നിൽക്കാനാകും? ഉരുൾപൊട്ടിയൊഴുകുമ്പോൾ ചൂരൽമലയിലെ നൂറിനെന്ന 11-കാരി ആ മണിക്കൂറുകളെ തരണം ചെയ്ത കഥയാണ് അച്ഛൻ ഉബൈദ് പറയുന്നത്. ഉരുൾപൊട്ടലിന് മുമ്പ് പ്രകൃതി മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് ഓർത്തെടുക്കുന്നു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ സഞ്ജയും ദിനേശനും. എൻ്റെ ബൈക്ക് മുറ്റത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് പോകുന്നത് ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു. അതിലേക്ക് ഇടിക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് ഞാൻ എണീക്കുന്നത്. നോക്കുമ്പോൾ മൊത്തം ബ്ലാങ്കായി കിടക്കുന്നു. പരമാവധി ആൾക്കാരെ മേലേക്ക് നമ്മൾ കയറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളെ വീടിൻ്റെ അവിടെ നിർത്തി രണ്ടാമതാണ് പിന്നെ ഒരു ഹെവി ആയിട്ട് നല്ല രീതിയിൽ ഒന്ന് വന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. വെള്ളാർമല സ്കൂൾ ഗ്രൗണ്ടിൽ കളിച്ചു വളർന്ന ദേശീയ താരമായ ഒരു ഫുട്ബോൾ കളിക്കാരനുണ്ട്, ഷർബിൽ ആലക്കൽ. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടെങ്കിലും ഒപ്പം പന്തു തട്ടിയ സുഹൃത്തുക്കൾ ഇന്ന് ജീവനോടെയില്ല. ഈ ഉരുൾപൊട്ടുന്നതിന്റെ അതേ ദിവസം വൈകിട്ട് നമ്മൾ കളിച്ചൊരു 5-6ഓളം പേര് കാണാതായിട്ടുണ്ട്, മിസ്സിംഗ് ആണ്. വെള്ളാർമല സ്കൂൾ ദുരന്തത്തിന്റെ ശേഷിപ്പുകളിലൊന്നായി മാറി. പൂർവ്വ വിദ്യാലയം ഇങ്ങനെ കാണേണ്ടിയിരുന്നില്ലെന്ന് വിലപിക്കുന്ന വിജിനെയും സുഹൃത്തുക്കളെയും ഞങ്ങൾ കണ്ടു. സത്യം പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റൂല ആ നെഞ്ചു പൊട്ടിയിട്ട് അവിടെ വന്നത്. കാരണം നമ്മൾ കണ്ടൊരു സ്ഥലമല്ലല്ലോ. പെട്ടെന്ന് വന്നപ്പോൾ ആകെ എന്താ പറയാ അവസ്ഥയായിരുന്നു. ശരിയായ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നുവെങ്കിൽ ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാമായിരുന്നുവെന്ന് പുഞ്ചരിമട്ടം സ്വദേശിയായ അത്തനാർ വേദനയോടെ പറയുകയാണ്. മുന്നറിയിപ്പ് അങ്ങനെ ഒന്നും കൊടുത്തില്ല, ആർക്കും ഒന്നും കൊടുത്തില്ല. ആദിവാസി വീട് കുറച്ച് മൂവ് എൻ്റെ കൂടെ കുറച്ചായ ആദിവാസികളെ കൂട്ടി കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് പറയേണ്ടായിരുന്നു, ഇത് ഞങ്ങളിങ്ങനെ അവരൊക്കെ മാറ്റാൻ നിങ്ങൾ ഇവിടുന്ന് മാറി ഞങ്ങളോട് പറഞ്ഞ, പക്ഷെ പറഞ്ഞില്ല. ഉരുളെടുക്കും മുമ്പ് വരെയുള്ള ജീവിതം ഇപ്പോഴും പ്രദേശവാസികളുടെ ഓർമ്മയിൽ തെളിയുന്നുണ്ട്. എന്നാൽ അതിനെയെല്ലാം മായ്ക്കുന്ന ഉരുളാണല്ലോ ഇപ്പോൾ വേദനയായി നീറുന്നത്. ടീം 24 വയനാട്.